ആരാടോ തന്റെ അടുത്തീരാ? ഒരു ഡീസൽ പാർട്ടിയാണ് നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് സജിനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തൊരു വ്യക്തി, അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് എല്ലാം. നീയാണ് ആ മൂട്ടിൽ തീയിട്ട് കൊടുത്തത്. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. സജിനയുടെ ഇന്റർവ്യൂവിന്റെ അടി വന്നൊരു കമന്റ് ആണ്, ബിഗ് ബോസിൽ വെച്ച് ഫിറോസിനെ മനസ്സിലായത് ജനങ്ങൾക്ക് ഫിറോസിനെ സജിനയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. എന്നെപ്പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. ഇക്ക അതുപോലെ തന്നെ ശരിക്കും സജിന ഇന്റർവ്യൂ തന്നതിന് ശേഷമാണോ ഇക്കയുടെ ഫാമിലിയാണ് ലോകം അറിയാൻ തുടങ്ങിയത്? എല്ലാവരും, ഞങ്ങൾ രണ്ടു ഒഴിച്ച് ബാക്കി എല്ലാവരും. നീയാണ് അതിൻ്റെ ഉത്തരവാദി. എനിക്ക് വല്ല കാര്യമുണ്ട് ഡബിൾ റോൾ ചെയ്തിട്ട് സംഗതി പുലിവാലായല്ലോ. അപ്പം അതിലെനിക്ക് നിൻ്റെ ഒരു ഇതായിട്ട് തോന്നിയത്, എനിക്ക് എന്താണ് ദേഷ്യം എന്നല്ല വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സജിന വളരെ ബോൾഡായിട്ടിരിക്കുന്ന, അവൾ കരയുന്നില്ല, എങ്കിലും നീ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. എന്തോ ഒരു കരച്ചിൽ വരുന്നു, അപ്പോഴും അവൾ ചിരിച്ചോണ്ടിരിക്കുകയാണ്. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ബിഗ് ബോസിൽ കണ്ടൊരു ഫിറോസ് ഉണ്ട്, ഒരു ചൊറിയൻ ഫിറോസ്. ശരിക്കും മലയാളികളുടെ മുന്നിൽ അല്ലെ റിയൽ ലൈഫിൽ ഫിറോസ് ഒരു ചൊറിയനാണോ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഞാൻ വിചാരിച്ചു ചോദിക്കട്ടെ, ഇത്രയും നേരം ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിന്നെ എന്തെങ്കിലും ചൊറിഞ്ഞോ? ഇത്തരം പരിപാടികൾ മേലെ എൻ്റെ അടുത്ത് പറയരുത്. ഇത്രയും നേരം നീ എൻ്റെ അടുത്ത് ചൊറിയുന്ന രീതി ചോദിച്ചിട്ട് പോലും ഞാൻ നിന്നെ ചൊറിഞ്ഞിട്ടില്ല. മനസ്സിലായി? ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ ചൊറിയനായിരുന്നു, അതെല്ലാം മലയാളികൾക്കും അറിയാം. അതെങ്ങനെ ചൊറിയനാണെന്നുള്ളത് നീ എന്തിന്റെ അർത്ഥത്തിലാണ് ചൊറിയൻ? ഞാൻ തരാം, ഉത്തരം തരാം. പറയും. അത് പറയാൻ താരാണോ? യു ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. ഔട്ട് 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 ഔട്ട്. അപ്പോൾ ഈ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസുമായിട്ട് പുറത്ത് ഏറ്റവും കൂടുതൽ സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. തിരിച്ചവരും അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. അത് നിനക്ക് അതെങ്ങനെ നിനക്ക് പറയാൻ പറ്റത്തില്ല? എനിക്ക് പറയാമല്ലോ, എനിക്ക് പറയാമല്ലോ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ് സ്വന്തം പലടെ കുത്തി നാറ്റിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ. ആ വിവരം നാട്ടുകാരെ അറിയിച്ച് പത്രത്തിന് നാണം കെടുത്തണ്ട. അല്ല, ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതേ ഇത്രയും നിനക്ക് ഇതെന്നല്ല ഒന്നും മനസ്സിലാകത്തില്ല. നിനക്ക് ഇതെന്നല്ല ഒരു വകയും മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഒരിക്കലും നീ അങ്ങനെ ഒരു ചാനൽ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായി? നീ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചായിരിക്കട്ടെ, ഇനി മേലെ ഒരുത്തിന്റെ അടുത്ത് ചോദിക്കരുത്. എന്റെ വേറെ സ്വഭാവം നീ കാണേണ്ടത്. ഇതെന്ത് കോപ്പല്ലേ ചോദ്യം? ഉത്തരം പറഞ്ഞാ പിന്നെയും ചോദ്യം. ഇന്റർവ്യൂനുണ്ട് അത് രാമുണിക്ക്, സുഗ്രീവതിക്ക്, അല്ലെങ്കിൽ വേണ്ട അലിയിരിക്കും, അല്ലേ വേണ്ട ഞാൻ നിക്കാം. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ. എത്ര വേറെ സ്വഭാവമാണേലും ഞാൻ ഇത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതെനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അങ്ങനെ നീ ഒന്ന് കൊണ്ടുപോകും. നീ ഒന്ന് കൊണ്ടുപോകും. അല്ലല്ല, നീ കൊണ്ടുപോ. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? നീ എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണമല്ലേ? നീ ഇത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നീ കൊണ്ടുപോകും. തമാശ കളിച്ചങ്ങ് സീരിയസ് ആയി. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.